ഇന്ന് മാർച്ച് 2 ഈ ആഴ്ച വരുന്ന പ്രധാനപ്പെട്ട OTT റിലീസ് അപ്ഡേറ്റുകളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് അജിത് നായകനാകുന്ന അവറേജ് അഭിപ്രായം നേടിയ തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ വിടമുയർച്ചി എന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രം ഇന്ന് രാത്രി 12 മണിയോടെ മാർച്ച് 3 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. നാഗചൈതന്യ, സായി പല്ലവിയൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച് 90-100 കോടിയോളം കളക്ഷൻ നേടിയ തെലുങ്ക് ആക്ഷൻ റൊമാന്റിക് ചിത്രമായ തണ്ടൽ വരുന്ന മാർച്ച് 7 തീയതി വെള്ളിയാഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളത്തിലും 15 ഭാഷകളിലും OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആസിഫ് അലി നായകനാകുന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയമായ രേഖാചിത്രം എന്ന മലയാളം ഇൻവെസ്റ്റിഗേഷനും ക്രൈം ത്രില്ലർ ചിത്രം മാർച്ച് 6 തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ സോണി ലിവിലൂടെ എപ്പം വേണമെങ്കിലും മലയാളത്തിലും 15 ഭാഷകളിലും OTT റിലീസ് ചെയ്തേക്കുന്നതാണ്. ദ വേക്കിംഗ് ഓഫ് നേഷൻ എന്ന പുതിയ ഹിസ്റ്റോറിക് ഹിന്ദി സീരീസ് മാർച്ച് 7 തീയതി സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആക്കുന്നതാണ്. നിർമ്മൽ പാലായി അഭിനയിക്കുന്ന കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് എത്തിയ മലയാളം ചിത്രമാണ് ആക്രി കല്യാണം. ചിത്രം ഇപ്പം ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ കാണാവുന്നതാണ്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ തമിഴ്, മലയാളം ആക്ഷൻ ചിത്രമാണ് അളങ്ക്. ഈ സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ലഭ്യമാണ്. ഫിയർ എന്ന വേദിക നായികയാകുന്ന തെലുങ്ക് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രവും ഇപ്പം ആമസോൺ പ്രൈമിലൂടെ മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പുതിയ അമേരിക്കൻ സൂപ്പർ ഹീറോ ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം സീരീസ് ആണ് ഡെയർ ഡെവിൽ ബോൺ അഗെയിൻ. സീരീസ് മാർച്ച് 5 തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. 9 എപ്പിസോഡുള്ള ഈ സീരീസിന്റെ ആദ്യ എപ്പിസോഡാണ് OTT റിലീസ് ചെയ്യുക. ബാക്കി എപ്പിസോഡ് ആഴ്ചകളിലായിട്ട് വരുന്നതാണ്. അടുത്തത് 4 തമിഴ് സിനിമകൾ ഇപ്പം OTT റിലീസ് ആയിട്ടുണ്ട്. വാ വരലാം വാ എന്ന ക്രൈം ത്രില്ലർ സിനിമയും, ഈ വർഷം ഇറങ്ങിയ കലൻ എന്ന ക്രൈം സിനിമയും, 2023 ഇറങ്ങിയ കടപ്പുര കലൈക്കുയു എന്ന കോമഡി സിനിമയും, കഴിഞ്ഞ വർഷം ഇറങ്ങിയ വീരൈ മക്കൾ എന്ന ഫാമിലി ഡ്രാമ സിനിമയും. ഈ 4 തമിഴ് ചിത്രങ്ങളും ഇപ്പോൾ ടെന്റ് കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ കാണാവുന്നതാണ്. ഇബ്രാഹിം അലിഖാനും ഖുഷി കപൂറും ചേർന്ന് അഭിനയിക്കുന്ന പുതിയ റൊമാന്റിക് ഹിന്ദി ചിത്രമാണ് നദാനിയ. സിനിമ മാർച്ച് 7 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യും. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും കൂടെ OTT റിലീസ് ഉണ്ടായേക്കുന്നതാണ്. പിക്ചർ ദിസ് എന്ന ബ്രിട്ടീഷ് റൊമാന്റിക് കോമഡി ചിത്രം മാർച്ച് 6 തീയതി ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. പുതിയൊരു ഹിന്ദി കോമഡി സീരീസ് ആണ് ദുപ്പാഹിയ. സീരീസ് മാർച്ച് 7 തീയതി ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഡീസന്റ് അഭിപ്രായം നേടി മമ്മൂട്ടി, ഗോകുൽ സുരേഷ് ചേർന്ന് അഭിനയിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ മലയാളം ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ചിത്രം ഈ ആഴ്ചയോ മാർച്ച് 7 തീയതിയോ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഹലോ മമ്മി ചിത്രം OTT റിലീസ് ചെയ്ത പോലെ സർപ്രൈസ് ആയിട്ടായേക്കാം ഡൊമിനിക് സിനിമയും OTT റിലീസ് ചെയ്തേക്കുക. വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്ന ആവറേജ് വിജയമായ പോസിറ്റീവ്, എവറേജ്, എബോ എവറേജ് അഭിപ്രായങ്ങൾ നേടിയ മലയാളം റൊമാന്റിക് കോമഡി എന്റർടൈൻമെന്റ് ചിത്രമാണ് ഒരു ജാതി ജാതകം. ചിത്രത്തിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സിന് പുറമെ ആമസോൺ പ്രൈമിലും സിംപ്ലി സൗത്തിലും വന്നിട്ടുണ്ട്. ചിത്രം 2 ആഴ്ചക്കുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യും. റൂമേഴ്സ് പ്രകാരം സിനിമ മാർച്ച് 7 തീയതി OTT റിലീസ് ചെയ്തേക്കുമെന്നാണ്.